കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാനാ എന്റെ കുഞ്ഞുങ്ങളെ അപകടത്തിലേക്ക് പറഞ്ഞു വിട്ടത്. എന്റെ ഈശ്വരന്മാരെ, ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ തന്നെ. അമ്മ ഇത്രയ്ക്ക് കരയെ മാത്രമൊന്നുമില്ല. ചേട്ടായിക്കും ഏട്ടത്തിക്കും ഒന്നും സംഭവിക്കില്ല അമ്മേ. അതെ, മാത്രല്ല ഒന്ന് സമാധാനപ്പെട്. ഇതിനാണോ ഈശ്വര നീ അവരെ അങ്ങോട്ട് വിളിപ്പിച്ചത്? എന്റെ മക്കളെ എനിക്ക് തിരിച്ചു താ, അല്ലെങ്കിൽ എന്റെ ജീവിതം കൂടി എടുക്ക്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്നെ ശിക്ഷിച്ച പോരെ. എന്റെ മക്കളെ രക്ഷിക്കണേ ഭഗവാന്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പുണ്യപീഠത്തിലേക്കുള്ള പ്രാരംഭ വഴിയിലാണ്. അപകട സ്ഥലത്ത് വനപാലകരും ഫയർഫോഴ്സും തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽപ്പെട്ട ആരെയും തന്നെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണത്തിനൊടുവിൽ കിട്ടിയ വിവരമനുസരിച്ച് വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ രവിചന്ദ്ര വർമ്മനും ഭാര്യ ശ്രീലക്ഷ്മിയും ഉൾപ്പെട്ടിട്ടുള്ളതായി അറിയുന്നു. വാർത്ത സ്ഥിരീകരിക്കണമെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടുകൾ കിട്ടണം. ഹലോ ഹലോ, കളക്ടർ നിശാന്ത് സാറല്ലേ? അതെ സർ, ഞാൻ രാജാറാമാണ്, രവിചന്ദ്രവർമ്മന്റെ. മനസ്സിലായി. പറയൂ രാജാറാം. സർ, എന്താ അവിടുത്തെ സിറ്റുവേഷൻ? കാണാതായവരെ കുറിച്ച് ഡീറ്റെയിൽസ് വല്ലതും? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസും പിന്നെ ഇവിടുത്തെ നാട്ടുകാരും ചേർന്ന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആക്സിഡന്റ് നടന്നിട്ട് അധിക സമയമായിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒന്നും തീർത്ത് പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. എയർഫോഴ്സിനോട് ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടനെ എത്തും. അതൊരു സഹായമാണ്. സർ, അത്യാവശ്യമാണെങ്കിൽ ഹെലികോപ്റ്റർ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. സിറ്റുവേഷൻ പോലെ ഞാൻ രാജാറാമിനെ അറിയിക്കാം. ഡോണ്ട് ബി പാനിക്. രവി സാറിനെയും എല്ലാവരെയും നമുക്ക് കണ്ടെത്താനാവും. ഷുവർ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ശ്രീടച്ച കണ്ണു ഓർക്ക്. ശ്രീടച്ച 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 കണ്ണു ഓർക്കര്. ശ്രീടച്ച 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 കണ്ണു ഓർക്ക്. ശ്രീടച്ച ചേച്ചി. ശ്രീടച്ച ശ്രീടച്ച കണ്ണു ഓർക്ക്. ശ്രീടച്ച എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. ഡോക്ടറെ, ഞാൻ നോക്കട്ടെ. എല്ലാരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നേ. വരൂ.
രാജാറാം സർ, ആ സാന്ദ്ര മാഡം. എന്തെങ്കിലും വിവരം കിട്ടിയോ? നോ മാഡം. രാജാറാം സർ, അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഏയ് സാന്ദ്ര മാഡം, പേടിക്കാനൊന്നും ഉണ്ടാവില്ല. രവിയും ശ്രീലക്ഷ്മിയും തിരിച്ചു വരും, അതെനിക്ക് ഉറപ്പാ. ഇവിടെ ശ്രീലക്ഷ്മിയുടെ അച്ഛൻ കാര്യം അറിഞ്ഞ് തളർന്നു വീണു. ഡോക്ടർ വന്നിട്ടുണ്ട്. മാഡം, തൽക്കാലം അവിടെ നിന്ന് അവരൊന്ന് ആശ്വസിപ്പിക്കേ. രവിക്കും ശ്രീലക്ഷ്മിക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം എനിക്കുണ്ട്. മാഡവും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ശ്രീലക്ഷ്മിയുടെ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും വേണം. രവിക്കും ശ്രീലക്ഷ്മിക്കും അങ്ങനെ നമ്മളെ വിട്ടിട്ട് പോകാൻ പറ്റുമോ മാഡം? എല്ലാവരുടെയും പ്രാർത്ഥന അവരോടൊപ്പം ഉണ്ട്. മാഡവും പ്രാർത്ഥിക്കണം. എന്നാ പിന്നെ ശരി മാഡം, ഇവിടുത്തെ കണ്ടീഷനും വളരെ മോശമാണ്. ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. ശരി സർ. കുറച്ചു നാളായി ഞാൻ ഈ കോളനിയിൽ വരുന്നു. ആദ്യമായിട്ടാ ഈ നടയിൽ വന്ന് നിൽക്കുന്നത്. എന്റെ രവി സാറിനും എന്റെ ശ്രീലക്ഷ്മിക്കും വേണ്ടി. രാജാറാം സാറിനെ പോലെ ഞാനും വിശ്വസിക്കുക സാറും ശ്രീലക്ഷ്മിയും തിരിച്ചു വരുമെന്ന്. ആ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്രവൃത്തി ഇവിടുന്ന് ഉണ്ടാവരുത്. അവരെ കണ്ടുകിട്ടുന്നത് വരെ സുദർശൻ അങ്കിളിന് സരോജ് ആന്റിക്കും ധൈര്യം കൊടുക്കണം. രവി സാറിനും ശ്രീലക്ഷ്മിക്കും ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടി പൂജ നടത്തിയവരാ അവര്. അവരുടെ ആ വിശ്വാസം എന്നും നിലനിൽക്കണം. പരസ്പരം സ്നേഹിച്ചും ജീവിച്ചും കൊതി തീരാത്ത അവരെ ഒരാപത്തിലും പെടുത്തരുത്. ആഹാ, നീ ഇവിടെ വന്നിരിക്കുകയാണോ? ഞാൻ നിന്റെ റൂമിലൊക്കെ പോയി നോക്കി. നീ എന്തിനാ മോളെ ഇങ്ങനെ വിഷമിക്കുന്നേ? മറ്റൊരു തരത്തിൽ പറഞ്ഞ നമ്മൾ ആഗ്രഹിച്ചത് തന്നെയല്ലേ ഇപ്പൊ നടന്നിരിക്കുന്നത്. ദേ, സത്യം പറഞ്ഞ ഇപ്പോഴാ എനിക്കൊരു സമാധാനം കിട്ടിയത്. നമ്മുടെ ജോലി മുക്കാലും ഈശ്വരനായിട്ട് അങ്ങ് തീർത്തു തന്നു. ഇനി സ്വത്ത് ഭാഗം വെപ്പില്ല. ഇങ്ങോട്ട് എഴുതി വാങ്ങുന്ന ചടങ്ങേ ബാക്കിയുള്ളൂ. പക്ഷേ നീ വിഷമിക്കണം, പൊട്ടിക്കരയും വേണം. അത് നിന്റെ ഈ റൂമിലെ 4 ചുവരുകൾക്കുള്ളിലല്ല, ഈ വീട് കിടുങ്ങുന്ന രീതിയിൽ ഈ വീട്ടിലെ ഗായത്രിയമ്മയുടെ മുന്നിൽ കിടന്ന് അലമുറയിട്ട് കരയണം. അപ്പോഴേ നിനക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. എന്നാൽ മാത്രമേ നമ്മൾ കഷ്ടപ്പെട്ടത് എന്തിനാണോ അത് തടസ്സമില്ലാതെ നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരൂ. അമ്മ
അമ്മ ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ. ഈ വീട്ടിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ച ഒരാൾക്കാണ് അപകടം പറ്റിയിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഈ വീട്ടിൽ തുടരുന്നത് രവിവർമ്മൻ എന്ന മനുഷ്യന്റെ കാരുണ്യം കൊണ്ടാ. അറിഞ്ഞോ അറിയാതെ ഞാൻ ബ്രദർ ഇൻ ലോയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമായിട്ട് ഞാൻ ഓരോന്നും ചെയ്യാണെന്ന് അറിഞ്ഞിട്ടും അനിയത്തിക്കുട്ടിയെന്നും പറഞ്ഞ് എന്നെ എപ്പോഴും സംരക്ഷിച്ചു നിർത്തിയത് ആ ബ്രദർ ഇൻ ലോയ. എല്ലാ സന്ദർഭങ്ങളിലും ഒരു അനിയത്തിയുടെ സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ട്. ആ മനുഷ്യന്റെ അനിയത്തിക്കുട്ടി എന്നുള്ള വിളിയിലുണ്ടായിരുന്നു ഒരു ഏട്ടന്റെ സ്നേഹവും സംരക്ഷണവും എല്ലാം. അമ്മ പറയുന്നതിനൊക്കെ ഞാൻ താളം തുള്ളി നിൽക്കുന്നുവെന്ന് കരുതി ആരുടെയും ജീവൻ അപഹരിക്കണമെന്ന് ഈ നിമിഷം വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. മതി, മതിയാക്ക് നീ. അല്ലെങ്കിൽ എത്ര ദുഷ്ടനാണെങ്കിലും മരിച്ചു കഴിയുമ്പോ ഇതുപോലെ കുറെ നല്ല വാക്കുകൾ പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ എന്റെ മോള് ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. അതുകൊണ്ട് തൽക്കാലം നീ ഈ സെന്റിമെന്റ്സ് ഒക്കെ മാറ്റിവെച്ച് ലക്ഷ്യം എന്താണോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്ക്. അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്ക്. മാത്രമല്ല, ഇനിയൊരു മത്സരത്തിന്റെ ആവശ്യമില്ല. കാരണം നമുക്ക് മത്സരിക്കാനോ നമ്മളോട് മത്സരിക്കാനോ ഇനി ആരും ഇല്ലെന്നുള്ളതാ സത്യം. പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നുള്ള സ്ഥിതിയിലേക്ക് തരം താണു പോയോ എന്റെ അമ്മ? പണമാണോ എല്ലാം? അതെ, പണം തന്നെ എനിക്കെല്ലാം. പണം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. പണത്തിന് നമ്മുടെ നാട്ടിൽ വേറൊരു പേരുണ്ടായിരുന്നു, ചക്രം. അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. രവിവർമ്മന്റെ കയ്യിൽ നിന്ന് ആ ചക്രം കറങ്ങി നമ്മുടെ കൈകളിലേക്ക് വരണം, ആരും അറിയാതെ. അമ്മ ഇത്രയൊക്കെ മനക്കോട്ട കെട്ടാൻ വരട്ടെ. ബ്രദർ ഇൻ ലോയെയും ശ്രീലക്ഷ്മിയും കാണാനില്ലെന്ന് മാത്രമേ ഇപ്പൊ എല്ലാവർക്കും അറിയൂ. ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഇനിയും ഉറപ്പിച്ചിട്ടില്ല. അന്വേഷണം തുടരുന്നുണ്ടല്ലോ. രണ്ടിലൊന്ന് അറിയുന്നത് വരെ അമ്മ ഇനി ഇക്കാര്യം പറഞ്ഞ് ഇവിടെ വാ തുറക്കരുത്. ഇനി ഞാൻ കാത്തിരിക്കുന്നത് ആ ഒരു വാർത്ത കേൾക്കാനാ. ആ ഒരു വാർത്ത കൂടി അറിഞ്ഞു കഴിഞ്ഞ ഇന്നേക്ക് 16-ാം ദിവസം അശുദ്ധി മാറ്റി ശുദ്ധി വരുത്തുന്ന രണ്ടിന്റെയും പുലകുളി അടിയന്തരം. അതിനുശേഷം എന്റെ മോളുടെ പട്ടാഭിഷേകം. സുദർശന, 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 മനസ്സ് വിഷമിക്കരുത് കേട്ടോ. എന്നാ ശരി. ഡോക്ടറെ, ശ്രീടച്ചൻ. മിസ്റ്റർ സുദർശന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. നിങ്ങളോട് ശ്രദ്ധിച്ചാലേ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിന് നല്ല റെസ്റ്റ് വേണം. പിന്നെ തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയാതിരിക്കുകയും വേണം. ഇപ്പൊ തന്നെ ബോധം വീണപ്പോ മുതൽ സുദർശൻ കരയുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം. ഈ കണ്ടീഷൻ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ജീവൻ തന്നെ ആപത്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു അറ്റാക്ക് നേരത്തെ വന്നതുകൊണ്ട് ഒരു 50-50 ചാൻസ് ആണ് ഇപ്പൊ മുന്നിലുള്ളത്. സുദർശന്റെ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടർ ഞാൻ കൊണ്ടാക്കാം. വരൂ.
നിങ്ങൾ ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കണം. ഈ കണ്ടീഷൻ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ജീവൻ തന്നെ ആപത്തുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശ്രീരജ, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നതും കരയുന്നതും? നമ്മുടെ മോൾക്ക് എന്താ? അവള് രവിസാറിന്റെ കൂടെ അമ്പലത്തിൽ പോയിരിക്കല്ലേ? നാളെ രാവിലെ നമ്മളെ കണി കാണുന്നത് മോളെ രവിസാറിനെ ആയിരിക്കുമെന്ന് രവിസാർ എനിക്ക് വാക്ക് തന്നതാ. ഇപ്പോ ആ വാക്കിൽ മാത്രം നമ്മൾ വിശ്വസിച്ചാ മതി. മോളും സാറും തിരികെ വരുമ്പോ ശ്രീടച്ചൻ വിഷമിച്ചെന്തെങ്കിലും വരുത്താനാണോ ഉദ്ദേശം? എന്റെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല സരോജം. വേണേൽ എന്റെ ജീവനെടുത്തിട്ട് സാറിനെയും മോളെയും ഈശ്വരൻ രക്ഷിക്കണേ എന്ന് എന്റെ പ്രാർത്ഥന. യാത്ര ഒഴിവാക്കണമെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ? കേട്ടില്ല. ശ്രീടച്ചൻ മതി. ഇനി ഇങ്ങനെ ഓരോന്നോർത്തും പറഞ്ഞു നിങ്ങൾ അസുഖം കൂട്ടരുത്. മോക്ക് താങ്ങും തണലുമായി അവളുടെ ഭർത്താവ് കൂടെയുണ്ട്. അവൾക്കൊന്നും പറ്റാതെ രവിസാറ് നോക്കുകയും ചെയ്യും. ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് വിഷമിച്ച് നിങ്ങൾക്ക് വല്ലതും സംഭവിച്ച എനിക്ക് പിന്നെ ആരുണ്ട്? മോളുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും വിഷമവും തോന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. കരിക്കോത്തി അമ്മയാണ് സത്യം. നിന്റെ ഉള്ളിലെ പിടച്ചിൽ എനിക്ക് മനസ്സിലാകും സരോജം. നമ്മുടെ മോളും സാറും ഒരു കുഴപ്പമില്ലാതെ തിരിച്ചു വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അഥവാ ഈശ്വരസ്യം മറിച്ചാണെങ്കിൽ അസുഖമായിരിക്കില്ല എന്റെ മരണത്തിന് ഉത്തരവാദി. അതിനു മുമ്പേ അങ്ങനെയൊന്നും ശ്രീടച്ച് പറയരുത്. എന്നെ താങ്ങി നിർത്തേണ്ട ആളാ നിങ്ങള്. കരിക്കുത്തിയമ്മ കൊണ്ടുവരും നമ്മുടെ മക്കളെ. പല പരീക്ഷണങ്ങൾ പോലെ ഇതും ഒരു പരീക്ഷണം മാത്രമായിരിക്കും. ഇതെല്ലാം നമ്മൾ തരണം ചെയ്യും. ശ്രീടച്ചൻ കുറച്ചു നേരം ബാക്കി എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഒന്ന് ഉറങ്ങാൻ സാധിക്കുമോ നോക്ക്. ആ ഉറക്കത്തിന്ന് ഞാൻ വിളിച്ചുണർത്തുന്നത് ശ്രീടച്ചൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും. ഉറപ്പ്.